രാഹുൽ കെ വി ഉണ്ട്. രാഹുൽ, എന്തായിരുന്നു പ്രതിഷേധത്തിന്റെ കാരണമായി പറയുന്നത്? പോലീസ് നടപടിയും എത്ര പ്രതിഷേധിക്കാൻ എത്ര പേരുണ്ടായിരുന്നു? വ്യാപകമായി പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം നടന്നു വരികയാണ്. കോഴിക്കോട് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തുണ്ടായ പോലീസ് നടപടി മാത്രമല്ല, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നാരോപിച്ചുകൊണ്ട് KSU പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ധർണ നടത്തിയിരുന്നു. അപ്പോൾ അവിടെ ധർണയ്ക്കെത്തിയ KSU പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണുണ്ടായിരുന്നത്. അപ്പോൾ പോലീസിന്റെ സമീപനം, പോലീസ് KSU പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ചു, കേസെടുത്ത് ജയിലിലടച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് KSU ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചായി വന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ പ്രവർത്തകർ ഉയർത്തി. പോലീസ് ഈ ഓഫീസിന് മുൻപിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിരുന്നു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. അതിനുശേഷം കമ്മീഷൻ ഓഫീസിന് മുൻപിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധം ഏകദേശം ഒരു 10 മിനിറ്റ് സമയം നീണ്ടു. അതിനുശേഷമാണ് പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ ആരംഭിച്ചത്. അപ്പോൾ പ്രവർത്തകർ ഇത് പ്രതിരോധിക്കാനും ശ്രമിച്ചു. ഏതായാലും ബലപ്രയോഗത്തിലോടുകൂടി KSU പ്രവർത്തകരെല്ലാവരെയും തന്നെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. രംഗം ശാന്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായതിന്റെ തുടർച്ചയായാണ് പ്രതിഷേധം ഇപ്പോൾ KSU നടത്തിയിട്ടുള്ളത്. പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് ഉപരോധിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ റിമാൻഡിലാണ്. ശരി, രാഹുലാണ് വിവരം നൽകിയത്. കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ KSUവിന്റെ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്.